പറഞ്ഞാൽ പറഞ്ഞതാണ് ലീഗെന്നും അത് അതേപോലെ നടത്തുമെന്നും പി.കെ. ബഷീർ എം.എൽ.എ. മുണ്ടക്കായ് ചൂരൽമല ഉരുൾ ബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ആദ്യഘട്ട നറുക്കെടുപ്പ് നടന്നു. നിങ്ങളെ യാതൊരു ബേജാറുണ്ട്. 51 വീടിന്റെ പണി കഴിഞ്ഞു. നല്ല കെട്ടിലും മട്ടിലും ഒക്കെ ഉള്ള നല്ല വീടാണ്. 3 ബെഡ്റൂമാണ്. ഇവിടെ പറഞ്ഞല്ലോ, അതിന് എല്ലാ അർത്ഥത്തിലും പോയി നോക്കിയാൽ കാണാം. ആ വീടിന്റെ പണി 51 പൂർത്തിയാവും. ഇവിടെ സൂചിപ്പിച്ച പോലെ 28-ാം തീയതി താക്കോൽ കൊടുക്കും. പേരാണ്ട് കുടിയിരിക്കുമ്പോണ്ടല്ലോ എല്ലാ സാധനവും ഉട്രൂട്ട് സാധനങ്ങളായിട്ട് എത്തണമല്ലോ. ഏതായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം അതിലേക്ക് 3 ബെഡ്റൂം, 3 കട്ടിലുണ്ടാവും, ഒരു അലമാറുണ്ടാവും, 3 ഫാനുണ്ടാവും, ഒരു 4-5 കസാര ഉണ്ടാവും. അത് നമ്മളെ വക നിങ്ങൾക്ക് ഉണ്ടാവും. അത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതാണ് ഒരു വീട്ടിൽ. പിന്നെ കുറെ കൂട്ടക്കാരും കുടുംബക്കാരും നിങ്ങൾക്ക് തരാനുണ്ടാവില്ല. അതും കൂടി വേണം കൊള്ളണമല്ലോ. അല്ല, അത് വേണല്ലോ, കുറെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അത് നടക്കും. രണ്ടാമത്തെ ഘട്ടത്തിലെ വീട് 54 വീട്. അതൊരു മാർച്ച് 15-ന്റെയും 30 മെയ് 15-ന്റെയും 30-നും പൂർത്തിയാവും. സമയബന്ധിതമായി ഇതൊക്കെ പൂർത്തിയാക്കും. അതിന് നിങ്ങൾ യാതൊരു ബേജാറ് വേണ്ട. ഞാൻ വാട്സാപ്പിൽ ചർച്ച ചെയ്യാനും തിരിക്കണ്ട. പറഞ്ഞതില്ല ലീഗ് അതിലങ്ങനെ തന്നെയാണ് നടക്കും. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. ഞങ്ങളിപ്പോ ഈ നയിച്ചിന് ആർക്ക് വേണ്ടിയിട്ടാ? ഞങ്ങൾ പാർട്ടി ഇങ്ങനെ തീരുമാനിച്ചു. ഞാന്, ഫിറോസ്, മമ്മൂട്ടി, ഈ പിന്നെ ഇസ്മായിൽ ഒക്കെ അടക്കം, ജിഷാനൊക്കെ അടക്കം എന്നിങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. അവനാരുടെ പെരപ്പണിക്ക് അങ്ങനെ പോയിട്ടില്ല. അവനാരുടെ മക്കൾ കുട്ടിയാക്കാൻ പോയിട്ടില്ല. ഇങ്ങൾക്ക് വേണ്ടി നല്ല ഇതാകണം. സാധാരണ വീടുണ്ടാക്കാൻ മതി. ഇത് അതല്ല. വീടുണ്ടാക്കണ മാത്രമല്ല, 6 മീറ്റർ 7 മീറ്റർ വീതിയിൽ റോഡ്, ഇന്റർലോക്ക്, അപ്പുറത്ത് ചെടി, ഇതൊക്കെ നിങ്ങൾ കാണണം. അങ്ങനെ ഒരു വീടാ. അല്ലാതെ നമുക്കിപ്പോൾ സാധാരണ 10-15 വീടുണ്ടായിക്കാണ്ട് 4 വീട് കൊടുത്തുകൊണ്ട് താക്കോൽ കൊടുത്തുകൊണ്ട് പോരുന്ന പരിപാടി അല്ല അത്. അപ്പം നിങ്ങൾക്ക് അറിയാലോ സ്വാഭാവികമായിട്ട് വയനാട്ടിലെ കാലാവസ്ഥ, വയനാട്ടിലെ വിഷയങ്ങൾ ഇതൊക്കെ അറിയാലോ. അപ്പോൾ അതിനനുസരിച്ചുണ്ടാവും. പിന്നെ അതിന്റെ പേപ്പർ വർക്കുകൾ, നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തീകരിച്ചിട്ട് തരും. അപ്പോൾ 51 ഒക്കെ തരും. ബാക്കി ഇൻഷാ അല്ലാഹ് മെയ് 15-ന്റെയും 30-ന്റെയും ഇടയിൽ 2ാം ഘട്ടവും പൂർത്തീകരിച്ച് ഞങ്ങൾ ആ പദ്ധതി പൂർത്തീകരിക്കും. ഇത്രയും എനിക്ക് പറയുള്ളൂ. ഞാൻ അതിന്റെ ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരാൾ, പാർട്ടി നിയമിച്ച ആളുകൾക്കാണ് പറയാനുള്ളത്. അപ്പൊ അതിനൊക്കെ എല്ലാവരും സന്തോഷമാണ്. പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതുകൊണ്ട് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും നല്ലത് കാണുക, നന്മ കാണുക, നല്ലതിനായിട്ട് പ്രാർത്ഥിക്കുക. ഇതിനും ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പണ്ടം വിറ്റിട്ടും ഒക്കെ കാതല ചുറ്റ് കഴിച്ചിട്ടും ഒക്കെ പണം തന്നിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നാളെ നമുക്കാർക്കും ഇങ്ങനെ ദുരിതം നമുക്കാർക്കും വരാതിരിക്കട്ടെ എന്നുകൊണ്ടും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകും. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.